ഇപ്പൊ എല്ലാവരും കണി കണ്ടോ? സൂര്യനെ ഞാൻ കണി കണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കണിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ രാവിലെ തന്നെ കണി കണ്ട് അവളെ തന്നെയാണ് കണി കണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലൊരു കണി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അനിയൻ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുളിച്ചൊക്കെ കഴിഞ്ഞു. നമ്മള് അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വെളിച്ചൊന്നും ആയിട്ടില്ല, പക്ഷെ നമ്മള് പാതിരക്കുട്ടികളാണ്. വാതില് സ്ട്രൂ പൂട്ടിയിട്ട് കീ എടുക്ക്. ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഇവിടെ അത് കഴിഞ്ഞ് അമ്മയും അനിയനും കൂടെ വണ്ടിയിലാണ് കേട്ടോ അമ്പലത്തേക്ക് പോയത്. നമുക്ക് പിന്നെ വണ്ടിയൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ നമുക്ക് കാലാണ് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന അമ്പലത്തിലെത്തിയിട്ടാ. അപ്പൊ ഇത് വേല നടക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തൊഴുതിറങ്ങിയിട്ട് നമ്മളിപ്പോൾ പോകുന്നത് തറവാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ 5 രൂപയാണ് കയ്യിൽ നിന്ന് കിട്ടുന്നത്. അല്ലെങ്കിൽ സാധാരണ 1 രൂപയാണ് നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഡെവലപ്പായിട്ട് 5 രൂപ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ തറവാട്ടിലേക്ക് അപ്പോൾ തന്നെ വെളിച്ചമായി. അപ്പോൾ അത് ചേച്ചി ഇതാ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് ഞാൻ കുലസ്ത്രീയായി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ ഈ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ഡോർ അടച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പടക്കം പൊട്ടിയിട്ട് നായ അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞിട്ടാണ്. കണ്ടോ ഫ്രണ്ട് സീറ്റോട്ട് തന്നെ അവൻ നിൽക്കുകയാണ്. അപ്പോൾ ഡോർ അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അച്ഛമ്മയുടെ അടുത്ത് കൈ നീട്ടൊക്കെ വാങ്ങി. ഇതാണ് ഞങ്ങളുടെ മധുരം. അല്ല നീ ഇതാക്ക് പൊക്കോ, ഞാൻ എന്നിട്ട് വാങ്ങാം. അപ്പോൾ തറവാട്ടിൽ വന്ന് കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട്. മെയിൻ നമ്മുടെ പർപ്പസ് എന്ന് പറയണത് അതെ കൈനീട്ടം വാങ്ങുന്നത് കേട്ടാ. അപ്പോൾ ഇപ്പം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ കിട്ടിയ കളക്ഷൻ വീട്ടിൽ നിന്ന് ഒരു 200 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 150 ഉണ്ട്. ഇതിൽ 50 രൂപ അവരുടെയാണ്, കാരണം അവിടെ ചേഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു. പിന്നെ അമ്പലത്തിൽ നിന്ന് ഒരു 5 രൂപ പിന്നെ ഒരു 1 രൂപയും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര കിട്ടും നോക്കാം. പിന്നെ GPayയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നോക്കാം. വേലയ്ക്ക് വരും. അത് നമ്മൾ നേരെ ചേച്ചിട്ട് കുട്ടിക്ക് കൈനീട്ടം കൊടുക്കാൻ വേണ്ടി പോയിട്ടാ. അപ്പൊ അവൻ അവിടുത്തെ അമ്പലത്തിൽ പൂജാരിയാണെന്ന് തോന്നുന്നു. കുളിക്കാതെ തന്നെ ഇത്രയും കുറിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ അച്ഛൻ വന്ന് അപ്പം വന്ന് കൈനീട്ടമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഏട്ടൻ വന്നു, അബേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നാളെ യൂട്യൂബിൽ കാണാന്ന്. ചന്ദ്രനൊക്കെ പോയില്ലേ? മറ്റേ ഡ്രസ്സ് മാറ്റി കൈനീട്ട് തന്നാ കാല് പിടിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. അപ്പോൾ ഫുൾ അമ്പലവാസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് പുതുശ്ശേരി കാവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബ്ലോക്ക് ആയിട്ട് കുറച്ച് നേരം കാർ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ അമ്പലം എത്തിയിട്ടുണ്ട്. നമ്മള് പാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലെ ഇവിടെയൊക്കെ ക്യൂ ആണ്. ഇത്രയും ക്യൂ ഉണ്ട്. അപ്പോൾ ഏട്ടൻ എന്തായാലും കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടേ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ക്യൂ ഏകദേശം അടുത്തെത്തി. അമ്പലത്തിന്റെ അകത്തേക്ക് കയറാനുള്ള ഒരു അവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ആ അമ്പലത്തിന്റെ ഗേറ്റിന്റെ അകത്തേക്ക് കേട്ടോ. അവിടെ കമ്മലൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാന്നൊക്കെ കൊണ്ട് നമ്മൾ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, ഏതാ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതാ അനിയൻ നിൽക്കുന്നുണ്ട്.
പിന്നെ പറയണ്ടല്ലോ, പാലക്കാട് ഭയങ്കര ചൂടാണല്ലോ, 40 ഡിഗ്രി ആയതുകൊണ്ട് ഞാൻ വേർത്ത് ഒലിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റത്തില്ല, നിൽക്കുകയാണ് ഞാൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദാ എൻ്റെ അനിയൻ്റെയും കുറച്ച് പട്ടിഷോയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അനിയെ മാലിട്ടുണ്ട്, അത് കാണാനാണ് ഇപ്പം ഇത്രയും ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവൻ്റെ ഒരു ഇതാണ്. പിന്നെ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്, അപ്പോൾ തന്നെ ഞാൻ വേർത്ത് കുളിച്ച്. പിന്നെ ഞാൻ അനിയൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ ഇടാനുള്ള കണ്ടന്റ് ആയില്ലേ എന്നൊക്കെ വേണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും. പിന്നെ കാറെടുത്തിട്ട് വന്നപ്പോൾ എനിക്കിപ്പോഴാണ് അതിനകത്ത് കയറി AC ഇട്ടിരിക്കാൻ, അത്രയ്ക്ക് ചൂടായിരുന്നു. പോയാ അപ്പൊ സൺഡേ നമുക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് ശ്രീജിയില്ലേ ഉച്ച ആയിട്ടുണ്ട്, നമുക്ക് കിടക്കാം. പിന്നെ നമ്മൾ ചിക്കൻ വെച്ചായിരുന്നു, അപ്പം എനിക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ തോന്നി. ഞാൻ ഉച്ചയ്ക്ക് ചിക്കനും ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ജംഗ്ഷനിലേക്ക് പോവാം. ജംഗ്ഷനിലേക്ക് പോവാണ്, മാമൻ വരുന്നുണ്ട്. സാധാരണ നാളെ എനിക്ക് GPay ആയിട്ടാണ് കൈന്നിട്ട് അയക്കാറ്. അപ്പത്തേനും തന്നെ മാമൻ വന്നിട്ടുണ്ട് കേട്ടോ. മാമൻ എന്നും GPay ആണ് ചെയ്യാറ്, പക്ഷെ മാമൻ ഈ വഴിക്ക് വന്നപ്പോൾ എന്നും ഇതിൽ കൂടെ വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ടെന്നല്ലോ പറഞ്ഞപ്പോൾ നമുക്ക് ജംഗ്ഷനിൽ വന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ വരാനുള്ള സമയമില്ല എന്ന് പറഞ്ഞിട്ട് മാമൻ ഈ കള്ളിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ആളങ്ങനെ കൈന്നിട്ടൊക്കെ തന്നിട്ടുണ്ട്, ഹാപ്പി ഫുൾ ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാ 3 പേർക്കും തുല്യമായിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ വീണ്ടും രാത്രി ആയപ്പോൾ എഗെയിൻ നമ്മൾ കുറച്ച് പടക്കമൊക്കെ പിടിച്ചു, പക്ഷെ അത് ആദ്യം മൂഞ്ചി പോയിരുന്നു ഗൈസ്. അവൻ പേടിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വിഷു എന്ന് പറയുന്നത്. അപ്പോൾ വിഷു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇത്രയുള്ളത് വീഡിയോ. താങ്ക് യു.